ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 kg 3 ടയർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ കേക്കിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ വെറും 4 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു 3 ടയർ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ലേറ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് രണ്ടും കൽപ്പിച്ച് ഓക്കെ പറഞ്ഞു. പിന്നെ ഞാനിതെങ്ങനെ ചെയ്തെടുക്കുന്നു പോലും, ഏത് സമയത്ത് എങ്ങനെ ചെയ്തെടുക്കുന്നു പോലും ചിന്തിക്കാൻ പോലും ടൈമില്ലാതാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തലേ ദിവസം രാത്രി ഒരു 11:20 ആയപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, നാളേക്കൊരു കേക്ക് വേണം, 3 ടയർ കേക്ക്, 3 kg 3 ടയർ കേക്ക് വേണം, ഈവനിങ്ങിലേക്കാണ് വേണ്ടിയതെന്ന്. ഈവനിങ്ങിലേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഓർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കാറാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പിറ്റേ ദിവസം വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയൊരു കൺഫ്യൂഷനായി, ഞാൻ എന്താ ചെയ്യുക, ഈ ഓർഡർ എടുക്കണോ ക്യാൻസൽ ചെയ്യണോ. പക്ഷെങ്കിലാണെങ്കിൽ എനിക്ക് ഈ ടയർ കേക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊന്നും നോക്കാതെ ഈ ഓർഡർ അങ്ങോട്ട് ഏറ്റെടുത്തു. 11:30 ആകുമ്പോഴേക്ക് കട അടിക്കായിരുന്നു. അപ്പോൾ 10 മിനിറ്റും കൂടി ബാക്കിയില്ലായിരുന്നു. അപ്പോൾ തന്നെ പോയിട്ട് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 6:15 ആയപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 6:40 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. 6:45 ആയപ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ടൈം നോക്കുന്നുണ്ട്. ഈവനിങ്ങിൽ ചെയ്ത് കൊടുക്കാനുള്ള കേക്കിന് എന്തിനാണ് രാവിലെ തന്നെ പോയിട്ട് 4 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റാക്കി കൊടുക്കണതെന്ന് ചിലരെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറ ഉണ്ടെന്ന്. അപ്പോൾ ചെറിയൊരു ടൈം പ്ലാനിങ് ഉണ്ടായിരുന്നു. 11:30 ആകുമ്പോഴത്തേക്കും എനിക്ക് ഈ 3 കേക്കും ചെയ്ത് തീർക്കണമെന്ന് ചെറിയൊരു മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ പിന്നെ എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിപ്പിക്കുന്നു ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ പിന്നെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ 1 കിലോ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഡേ എടുക്കുന്ന ആളാണ് ഞാൻ. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് എനിക്ക് 3 കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും ടൈമില്ലായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നേ മനസ്സിലുള്ളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം തന്നെ. ഫസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അരച്ചെടുക്കുന്നത്. എനിക്ക് 3 kg ആണല്ലോ ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 കപ്പ് മൈദ, 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒരു പ്രാവശ്യം അരച്ചെടുത്ത്. അപ്പോൾ 12 എഗ്ഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 3 കിലോക്ക് വേണ്ടിയിട്ട് 12 എഗ്ഗാണ് ഞാൻ എടുക്കാറുള്ളത്. അത് സ്റ്റാൻഡ് മിക്സറിലിട്ട് നല്ലോണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ത്രീ kg കേക്കിലേക്ക് 3 കപ്പാണ് പഞ്ചസാര എടുക്കേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ കപ്പിൻ്റെ 3/4 ഭാഗം എടുത്താൽ മതി. അങ്ങനെ ഞാൻ പൊടിക്കാത്ത പഞ്ചസാര 3 കപ്പിൻ്റെ 3/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കപ്പ് ഫുള്ളാക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാൻ ഷുഗർ സിറപ്പും ആക്കിയെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇവിടെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബ്ലേഡ് ഉണ്ട് കേട്ടോ. സ്റ്റാൻഡ് മിക്സറിൻ്റെ തന്നെ ബ്ലേഡ് ഉണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അതിലും ഒന്നും കൂടെ നല്ല ഇതായിട്ട് തോന്നിയത് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ്. കുറച്ച് റിസ്ക് ആണെങ്കിലും കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ബ്ലേഡ് വെച്ചിട്ട് മിക്സ് ചെയ്യാറില്ല. ഞാനൊരു വിസ്ക് വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാറാണുള്ളത്. മിക്സ് ചെയ്യുന്ന സമയം ഞാൻ എൻ്റെ ഓവനെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റാണ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ടിൻ സൈസ് എത്രയാണെന്ന് വെച്ചാൽ, ബേസിൽ 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്, സെൻറ്ററിൽ 6 ഇഞ്ച് കൊടുത്തു, ടോപ്പിൽ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു 3 സൈസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അത് ആ ബേറ്റർ ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടിന്നാണ് ഇറക്കി കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് സ്റ്റോപ്പിൽ 2 ടിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 5 ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ അത് ആ സിറപ്പ് ഞാൻ മുന്നേ ആക്കി വെച്ചത് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് കൂൾ ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ സ്പഞ്ച് ആവാൻ വെച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ക്രീം ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഫിയോണ വിപ്പിംഗ് ക്രീം എൻ്റെ അടുത്ത് കാണാത്തതാണല്ലേ, എൻ്റെ വീഡിയോസിലൊന്നും നിങ്ങൾ ഫിയോണ വിപ്പിംഗ് ക്രീം കാണാറില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ലേറ്റായിട്ടാണല്ലോ നമുക്ക് നൈറ്റ് ഓർഡർ കിട്ടിയത്. അപ്പോൾ ഷോപ്പിൽ പോയ സമയത്ത് അവിടെ റിച്ച് ഗോൾഡിൻ്റെ ക്രീമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് വാങ്ങിയതാണ്. ഈ ഒരു 1 kg പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ വാനില എസൻസ് ഈ ഫിയോണ ക്രീമിലേക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യണം കേട്ടോ. റിച്ച് ഗോൾഡാണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് പഞ്ചസാര മധുരമുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ വളരെ കുറവാണ് കേട്ടോ മധുരം. അതുകൊണ്ട് നമ്മൾ ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. സ്റ്റാൻഡ് മിക്സറിൽ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിരുന്നു. വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ക്രീം ബീറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഗണാഷ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് റേഷ്യോ കറക്റ്റ് ഉണ്ട് അടുത്ത് ചോദിക്കരുത്. ഞാൻ കേക്കിന് വേണ്ടിയിട്ടും ഗണാഷ് ഉണ്ടാക്കാൻ റേഷ്യോ അളന്നെടുത്തിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്ന അത്രയും ഞാൻ എടുക്കും. അപ്പോൾ അത് ആ ക്രീം സ്റ്റിഫായിട്ടുണ്ട്. ഞാൻ കൂളാവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയം സ്പഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഫാനിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചാണ്. 2 ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കുറച്ച് മുന്നേ ആയപ്പോൾ ഇപ്പോഴത്തേക്ക് കൂളായി. ആ ഒരു സമയം മറ്റേ ടിന്നുകളൊക്കെ ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കൂളായിട്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നത് 6 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അതായത് നമ്മൾ കേക്കിൻ്റെ സെൻറ്ററിൽ കൊടുക്കാനുള്ള കേക്കിനെ നമ്മൾ ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് വെറ്റിങ് വളരെ കുറയ്ക്കണം. എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. വെറ്റിംഗ് ഒക്കെ വളരെ കുറയ്ക്കണം, അല്ലെങ്കിൽ സിറപ്പ് ഒലിച്ചിറങ്ങും. പിന്നെ നമ്മുടെ സ്പഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോകാനൊക്കെ കാരണമാണ്. അതുകൊണ്ട് വെറ്റിംഗ് കുറയ്ക്കണം, അത് മസ്റ്റാണ്. പിന്നെ നമ്മൾ ഗണാഷും കുറച്ച് കുറയ്ക്കണം കേട്ടോ. നോർമൽ കേക്കിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കുറയ്ക്കണതാണ് നല്ലത് ഗണാഷ്. അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ടയർ കേക്കിന് സ്റ്റിക്ക് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ 3-4 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീസറിലേക്ക് വെച്ച പാടെ നെക്സ്റ്റ് കേക്ക് എടുത്തു. ഇത് 8 ഇഞ്ച് പാനിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അതായത് ബേസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക്. അതിന് ഫാൻ്റെ ചോട്ടൊന്നും എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറിയ രീതിക്ക് ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ വീഡിയോ ലോങ് ആയി പോകുന്ന പേടിയായതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ. അപ്പോൾ 2ാമത് ക്രം കോട്ട് ചെയ്ത കേക്കിനെയും പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്കുള്ള കേക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 5 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. 4 ഇഞ്ചിൻ്റെ ബേസാണ് നമുക്ക് മുകളിലേക്ക് വേണ്ടിയത്. കേക്കാണ് നമുക്ക് മുകളിലേക്ക് വേണ്ടിയത്. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് 4 ഇഞ്ചിൻ്റെ ടിന്നില്ലാത്തതുകൊണ്ട് തന്നെ 5 ഇഞ്ചിൽ ബേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 4 ഇഞ്ച് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഗ്ലൗസൊക്കെ അപ്പോഴത്തേക്കും കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് 3 കേക്കും ചെയ്തെടുത്തിട്ടുണ്ട്, ക്രം കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രീസറിലേക്ക് അതിനെയും വെച്ചിട്ട് ഞാൻ എൻ്റെ ഗ്ലൗസ് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. കീറിപ്പോയ ഗ്ലൗസൊക്കെ മാറ്റി പുതിയ ഗ്ലൗസ് ഇടുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതൊരു ഹെൽത്തി കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് യെല്ലോ കളറിലാണ് ക്രീമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രീമിന് യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്ത്, ലെമൺ യെല്ലോ ആണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തത്. ഒരു 4-5 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഫൈനൽ കോട്ട് അടിച്ചെടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ക്രം കോട്ട് അടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുള്ളായിരുന്നു. ആ കേക്കിനെ ഫസ്റ്റായിട്ട് എടുത്ത് ഫൈനൽ കോട്ട് എടുക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ചെറിയൊരു കാര്യം പറയട്ടെ. നമ്മൾ അനുഷ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ മോളുണ്ട്. 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മോള് നമുക്ക് കമൻ്റ് അയച്ചിരുന്നു, ചേച്ചി ഹായ് പറയണേ, വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മോൾക്ക് ഒരുപാട് ഫസ്റ്റിലായിട്ട് തന്നെ ചേച്ചിയുടെ വക ഒരുപാട് താങ്ക്സ് കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക് യു ഉണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു. ഒരു ഹായ് അല്ല, ഒരു 10,000 ഹായ് കേട്ടോ മോൾക്ക്. നമ്മളെ വീഡിയോ ഒക്കെ ഇനിയും കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് താങ്ക്സ് കേട്ടോ മോളു. അപ്പോൾ അതാ ആദ്യം ഫൈനൽ കോട്ട് ചെയ്ത കേക്ക് ഫ്രീസറിലേക്ക് ഇറക്കി വെച്ചു. അതാ നെക്സ്റ്റ് കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് 8 ഇഞ്ചിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്, നമ്മൾ ബേസിൽ വരാനുള്ള.
അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു. ഫ്രിഡ്ജിലേക്ക് കയറ്റി. ഇനി നെക്സ്റ്റ് ടോപ്പിലേക്കുള്ള കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 3 കേക്കും യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹെൽത്തി കേക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് 3 കേക്കും ടയർ പിന്നെ യെല്ലോ ഷെയ്ഡിൽ തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ 3 കേക്കിൻ്റെയും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ കേക്ക് ഒന്ന് ടയർ ചെയ്ത് വെക്കുക, കുറച്ച് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുക, കുറച്ച് മുത്തുകൾ അവിടെ ഇവിടെയൊക്കെ വാരി വിതറുക. അത്രേ ഉള്ളൂ, ഒരു 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ. അപ്പോൾ ഞാൻ 6:45 ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 10:45 ഫുള്ളായിട്ട് കേക്കിൻ്റെ ഫുള്ള് പണിയും കഴിഞ്ഞ് ഫൈനൽ കോട്ട് വരെ ആക്കി. അങ്ങനെ ആ കേക്കിനെയും ഫ്രിഡ്ജിലേക്ക് കയറ്റി ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ഉമ്മ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ പരിപാടിയിലാണ്. ഇന്ന് നേരത്തെ തുടങ്ങിയതാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലേക്ക് ചെയ്യും പോലെ ചെയ്താൽ പോരല്ലോ, നോമ്പ് തുറ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതിന് മുന്നേ ഉമ്മ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റമർ ഒരു ഈവനിങ് 7 മണിയൊക്കെ ആകുമ്പോൾ കേക്ക് എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 6 മണി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങാണ്ടായിരുന്നു കേക്കിന് വേണ്ടിയിട്ട്, അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു. ഞാൻ നോമ്പ് തുറന്നു. വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഞാനൊരു മിറിണ്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇത്രയും ഫുഡും കാര്യങ്ങളും നോമ്പ് തുറക്കം ഉണ്ടായിട്ടും എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ മിറിണ്ടയൊക്കെ കുടിച്ചിട്ട് നോമ്പ് തുറക്കാനാണ് ഭാഗ്യം കിട്ടിയത്. എന്തായാലും ഇതാണ് ഞങ്ങൾ ഹോം ബേക്കേഴ്സ്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രോഗ്രാംസ് എല്ലാം മിസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓർഡേഴ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കേക്കുകൾ ചെയ്തു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഞങ്ങളോട് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ ഡ്രം ബേസ് ഒന്നും ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ബേസ് തമ്മിൽ ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. അതാവുമ്പോൾ കുറച്ച് കട്ടി കിട്ടുമല്ലോ നമ്മളെ ബോർഡിന്. ഇനിയിപ്പോൾ കേക്കിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്ക് ഈ സ്റ്റേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവമായിരുന്നു, പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ തിരക്ക് പിടിച്ച കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ടോപ്പിലേക്ക് വെക്കാനുള്ള കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ തട്ടി ഡാമേജ് വന്നിട്ടുണ്ട്. അതിനെ ഇങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് എടുത്ത കേക്കിനെ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ വീഡിയോയും കൂടി അതിൽ ഇൻക്ലൂഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൈനിങ് ഹാളിലേക്ക് എടുത്തതാണ്. പക്ഷെങ്കിൽ ഭയങ്കര നൈറ്റ് ആയല്ലോ. അപ്പോൾ ഭയങ്കര ഇരുടായപ്പോൾ കാണുന്നില്ല ഒന്നാമത്, പിന്നെ ഇതിൻ്റെ തല കാണുന്നില്ല. അപ്പോൾ ഞാൻ വലിയ ആളായിട്ട് വന്നതിനൊന്നും കാര്യം ഉണ്ടായിട്ടില്ല. എൻ്റെ തലൊന്നും കാണുന്നില്ല ഡെക്കറേഷൻ ചെയ്യുമ്പോൾ. പിന്നെ കസ്റ്റമർ വരാൻ ഒരു അരമണിക്കൂർ ലേറ്റായി. ഞാൻ കുറേ നേരം അവരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് ഫോട്ടോ നല്ല ക്ലിയറിൽ കിട്ടിയില്ല. എന്തൊക്കെയോ ആക്കിയിട്ട് 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരു ഓർഡറും അത് നല്ല രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയതും അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഈ ഒരു ചിലർ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു 4 മണിക്കൂർ കൊണ്ട് 3 കേക്ക് ചെയ്ത് തീർത്തതാണോ വലിയ സംഭവം. പക്ഷേ അതൊരു സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു കേക്ക് ചെയ്യാൻ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് അതൊക്കെ നമുക്ക് ചെയ്തവർക്കറിയാം. അപ്പോൾ ഈ ഒരു കേക്ക് 4 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വലിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്കൊരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 1 ഡേ വേണ്ടിയിരുന്നു. ഒരു കേക്കിൻ്റെ മോഡൽ കസ്റ്റമർ ഒരു ഓർഡർ തന്നാൽ ആ ഒരു കേക്കിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡൽ തപ്പുമ്പോൾ ചിലപ്പോൾ അന്ന് രാത്രി ഉറക്കില്ലാതെ നമ്മളൊരു മോഡൽ തപ്പും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളിവിടം വരെ എത്തിയത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.